ഗവർണർ ഒരു വർഷത്തിലേറെ പിടിച്ചുവച്ച ശേഷം രാഷ്ട്രപതിക്ക് വിട്ട കേരള ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം. നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതി ഭവനിൽ കിട്ടി 3 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കിയാണ് അംഗീകാരം നൽകിയത്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത്. ഇനി എന്താണ് ലോകായുക്ത ബില്ലെന്ന് നോക്കാം. ലോകായുക്ത അല്ലെങ്കിൽ ലോക്പാൽ പോലുള്ള സംവിധാനങ്ങളെ പൊതുവെ വിളിക്കുന്നത് ഓംബുഡ്സ്മാൻ എന്നാണ്. സർക്കാർ തലങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ അഴിമതി, സ്വജനപക്ഷപാതം, തീരുമാനങ്ങൾ സ്വമേധയാ വൈകിപ്പിക്കൽ തുടങ്ങിയവ അന്വേഷിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പാർലമെന്ററി ഓംബുഡ്സ്മാൻ. ഇന്ത്യയിൽ ഈ സംവിധാനത്തെ കുറിച്ച് ആദ്യമായൊരു റെക്കമെൻഡേഷൻ വരുന്നത് 1966-ലാണ്. മൊറാർജി ദേശായി അധ്യക്ഷനായുള്ള ഒരു കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായി നിർദ്ദേശിക്കുന്നത്. ഇന്ത്യയിലും ഒരു പാർലമെന്ററി ഓംബുഡ്സ്മാൻ വരണം, അത് കേന്ദ്ര തലത്തിലും സംസ്ഥാന തലങ്ങളിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ ഇതിനെ ലോക്പാൽ എന്നും സംസ്ഥാനങ്ങളിൽ ഇതിനെ ലോകായുക്ത എന്നുമുള്ള പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെന്റിന് സാധിച്ചില്ല. 8ഓളം തവണ ഇതിനു വേണ്ടി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടു എങ്കിലും ഈ ബില്ലുകൾ തീരുമാനമെടുക്കാതെ ലാപ്സായി പോവുകയാണ് ചെയ്തത്. എന്നാൽ 2012-13 കാലഘട്ടത്തിൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഈ ബില്ല് കൊണ്ടുവരണം എന്നുള്ള ഒരു വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുകയും അതിന്റെ ഭാഗമായി 2013 കേന്ദ്ര സർക്കാർ ലോക്പാൽ ലോകായുക്ത ആക്ട് നിലവിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ ബില്ലിന് കാത്തു നിൽക്കാതെ സ്വമേധയാ ലോകായുക്തയെ നിയമിച്ചു. 1971 മഹാരാഷ്ട്രയിലാണ് ആദ്യമായി ഇന്ത്യയിൽ ലോകായുക്ത നിയമം പാസാക്കിയത്. തുടർന്ന് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ലോകായുക്തയെ നിയമിച്ചു. ഇങ്ങനെയാണ് കേരളത്തിൽ 1999 കേരള ലോകായുക്ത നിയമം നിലവിൽ വരുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരാണ് ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത്. 2022 ഓഗസ്റ്റ് 30 കേരള സർക്കാർ ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ലിന് നിയമസഭയിൽ അംഗീകാരം നൽകിയത്. തുടർന്ന് ബിൽ ഗവർണർക്ക് അയച്ചു. ബിൽ പിടിച്ചുവെച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ 2023 നവംബർ 28 ഗവർണർ ബിൽ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി ഭവനിൽ കിട്ടി 3 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കി ബില്ലിന് അംഗീകാരം നൽകി. സുപ്രീം കോടതിക്ക് പോലും ഇല്ലാത്ത അധികാരമാണ് ലോകായുക്തയ്ക്ക് നിലവിലുണ്ടായിരുന്നത്. ആരോപണം നേരിടുന്നയാൾക്ക് അപ്പീലിനും അവസരമുണ്ടായിരുന്നില്ല. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് കൂടി കണ്ടെത്തി അതിലും മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ ലോകായുക്ത ബിൽ. കൂടാതെ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവികളിൽ നിന്ന് വിരമിച്ചവർക്ക് പുറമെ ഹൈക്കോടതി മുൻ ജഡ്ജിയെയും ലോകായുക്ത നിയമത്തിന് പരിഗണിക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. MLA-മാർക്കെതിരായ റിപ്പോർട്ടിൽ സ്പീക്കറിനും മുഖ്യമന്ത്രിക്കെതിരായ റിപ്പോർട്ടിൽ സംസ്ഥാന നിയമസഭയ്ക്കും പരിശോധിച്ച് നടപടി സ്വീകരിക്കുകയും ചെയ്യാം.